കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോട്ടയം ജില്ലയിൽ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ആ മഴയെ തുടർന്നാണ് ഇന്നലെ രാത്രിയോട് കുറിച്ചിയിലുള്ള ഒരു വീടിൻ്റെ ഭിത്തി, അടുക്കളയുടെ ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ആ ഒരു അടുക്കള പൂർണ്ണമായും നശിച്ച നിലയിലാണ്. അവിടെ നിന്നും ഭിത്തിയെല്ലാം വീണിപ്പോൾ റോഡിലോട്ടൊക്കെ വീണ് കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ വീടിൻ്റെ ഉടമ ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് ഒത്തിരി പഴക്കമുള്ള വീടായിരുന്നോ? 19 വർഷം വരെയുള്ള. നമ്മളൊരുമാതിരി പഞ്ചായത്തിലെ വർഷങ്ങളായിട്ട് പഞ്ചായത്തിലെ അപേക്ഷകൾ വയ്ക്കുകയും ഇതിൻ്റെ എല്ലാം വർഷങ്ങളായിട്ട് ഓരോ മെമ്പർമാർ മാറി വരുമ്പോൾ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്ന് തീരുമാനം ലൈഫിലുണ്ടെന്ന് ഒരു 6 മാസം മുമ്പ് ലൈഫിലുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ നമുക്കൊരു അറിവും കിട്ടിയിട്ടില്ല. നമ്മൾ പ്രായം ചെന്ന അച്ഛനും അമ്മയും, രോഗികളായ അച്ഛനും അമ്മയും, കൈക്കുഞ്ഞുങ്ങളുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ ഇല്ലായിരുന്നു. മെയിൻ്റനൻസിന് നമുക്ക് മെയിൻ്റനൻസിന് കൊടുത്തിട്ടല്ല, വീട് മൊത്തം പോയത് ഇത്. നമുക്ക് അല്ല, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് താമസിക്കാൻ പറ്റാല്ല. പിന്നെ നമ്മുടെ ഒരു വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത്. നിങ്ങൾ ഈ വീട്ടിൽ മാറിയായിരുന്നു, ഇവിടെ വാടകയ്ക്ക്? അപ്പോൾ അവിടുന്ന് ഇപ്പം മാറിയിരിക്കും. ചടങ്ങിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മളിത്. ഇവിടെ മറ്റു 2 പേരാണ് വീട് വാടകയ്ക്ക് എടുത്ത് കഴിയുകയായിരുന്നു. അവർ ഈ സമയം, ഈ വീട് ഇടിഞ്ഞു വീഴുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അപകടങ്ങൾ ഉണ്ടായില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇപ്പോൾ ആ വീട്ടിൽ വാടകയ്ക്ക് ഇപ്പോൾ താമസിക്കുന്ന ചേച്ചിയുണ്ട്. ചേച്ചി, നിങ്ങൾ എവിടെ പോയിക്കായിരുന്നു സംഭവിക്കുന്നത്? ഇവിടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവിടുന്ന് മോളെ കൊണ്ടുവരാൻ പോയി. കുഞ്ഞു കൊച്ചാണ്. അപ്പോൾ അവളെ കൊണ്ടുവരാൻ വേണ്ടി താഴെ വിട്ട് വീട്ടിലേക്ക് പോയ സമയം കൊണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്കൊരു കാര്യങ്ങളും അറിയത്തില്ല. ഇത് എന്തെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ വീഴുമ്പോൾ എന്തെങ്കിലും ഇടിയോ പൊടിയെന്നായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് വീഴാനുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വീഴുന്ന വെച്ചായിട്ട് അറിയായിരുന്നു. പക്ഷെ എനിക്കിത് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു, വീഴാനുള്ള. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറി 2 മിനിറ്റ് മാറിയോളൂ. അതിന് മുന്നേ ഇത് താഴെ വീണു. നിങ്ങൾ എപ്പോഴും പെരുമാറുന്ന മുറിയായിരുന്നില്ല അടുക്കള ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എപ്പോഴും അടുക്കളയിലുണ്ടായിരുന്നു. പാത്രങ്ങളെല്ലാം ഇവിടെ എല്ലാം പറക്കി വെച്ചിട്ടിരിക്കുക അവിടെ എല്ലാം. എന്തായാലും ഇവ കഴിഞ്ഞ് 2 പേരാണ്, ഈ ചേച്ചിയും ചേച്ചിയുടെ ഒരു കുഞ്ഞു കുട്ടിയുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവർ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയെ വിളിക്കാനായി പുറത്ത് മാറിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു വീട് ഇടിഞ്ഞു വീണത്. അതിനാൽ തന്നെ വലിയ അപകടം ഒഴിവായി. അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാം, അടുക്കളയാണ്. അപ്പോൾ അടുക്കളയിലും മറ്റും എപ്പോഴും ഭക്ഷണം പാകം ചെയ്യുന്നതിനും എല്ലാമായി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ജോബിൻ തേക്കടിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.